ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സോയില ഹെയർ അക്സറീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞു മക്കൾക്ക്, അതായത് നമ്മുടെ ന്യൂ ബോൺ ബേബീസിനൊക്കെ തലയിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെയർ ബാൻഡാണ്. നൈലോൺ ബാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് വെക്കുമ്പോൾ നമ്മുടെ മക്കളുടെ തലയൊന്നും വേദനിക്കില്ല. ഭയങ്കര സോഫ്റ്റ് ആണിത് നൈലോൺ ബാൻഡ്. അപ്പം ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്കിതിനൊരു നൈലോൺ ബാൻഡ് വേണം. പിന്നെ ഗ്രോ സ്ക്രീൻ റിബണാണ് ഞാൻ എടുത്തേക്കുന്നത്, 1 ഇഞ്ചിൻ്റെയും അതുപോലെ 1/4 ഇഞ്ചിൻ്റെയും. പിന്നെ സ്റ്റോൺ ചെയിൻ വേണം. അതുപോലെ തന്നെ 2 സ്റ്റോൺസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് നമുക്ക് സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ട സൂചി നൂലും വേണം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ നൈലോൺ ബാൻഡ് എടുക്കുക. നൈലോൺ ബാൻഡ് എടുത്തിട്ട് ഇത് നമുക്ക് ഇത്രയും ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് സ്റ്റോൺ ചെയിൻ കയറ്റുന്നതുകൊണ്ട് അത്രയും നമുക്ക് ആവശ്യമില്ല. അപ്പം നൈലോൺ ബാൻഡ് എന്ന് പറയുമ്പം അതിൻ്റെ ലെങ്ത് എടുക്കുക. നമ്മൾ എന്നിട്ട് സ്റ്റോൺ, ഈ നൈലോൺ ബാൻഡ് രണ്ടായിട്ട് നമ്മൾ മടക്കി വെച്ചിട്ട് അതിൻ്റെ ലെങ്തിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തെടുക്കണം. നൈലോൺ ബാൻഡ് ഞാൻ എടുത്തിരിക്കുന്നത് 12 സെൻറ്റിമീറ്ററാണ്. 2 സൈഡും കൂടി 24 വരും. അപ്പം നമ്മൾ സ്റ്റോൺ ചെയിൻ എടുത്തിരിക്കുന്നത് 12 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ പകുതി. അപ്പോൾ അത് നമ്മളവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ നൈലോൺ ബാൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് എന്ന് പറയുന്നത് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ എടുത്തത് ഒരു 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അതായത് 24 സെൻറ്റിമീറ്റർ മൊത്തത്തിലുള്ളത് 16 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ മടക്കി വെച്ചാകുമ്പോൾ 8 സെൻറ്റിമീറ്റർ. അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ 2 എൻഡിലോട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സ്റ്റോൺ ചെയിൻ 2 എൻഡിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ കട്ട് ചെയ്ത് മാറ്റിയതിന് പകരം ഇത് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആ സൈഡും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ 2 എൻഡിലും വെക്കാനായിട്ടൊരു സംഭവം ഉണ്ടാക്കണം. ആദ്യം നമുക്ക് എന്തുണ്ടാക്കാം, ആദ്യം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഭാഗത്തൊന്ന് നമുക്ക് റിബൺ ചുറ്റി കൊടുക്കാം, ഒന്നുകൂടെ അത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 1/4 ഇഞ്ചിൻ്റെ ഗ്രോ സ്ക്രീൻ റിബണാണ് എടുത്തിരിക്കുന്നത്. അത് ഈ സൈഡിൽ രണ്ടും എടുത്തൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത ഭാഗം പുറത്ത് കാണുകയില്ല. അതൊന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കാം. അതും കൂടി നമുക്ക് 2 സൈഡിലും ഒന്ന്
അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും വെക്കാൻ നമുക്ക് ഒരു ഫ്ലവറും ഒരു ബോയും ഉണ്ടാക്കണം. അപ്പം ഒരു സൈഡ് മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ട് സൈഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഓരോ യുക്തിക്കനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്കെയിലിൻ്റെ നീളത്തിൽ ഗ്രോസ് ഗ്രെയിൻ റിബൺ മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് 30 സെൻറ്റിമീറ്റർ നീളത്തിൽ. അത്രയും നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡും ഇതിൻ്റെ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഈ നൂലൊക്കെ എഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. മുന്നിലത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഫ്ലവർ മേക്കിംഗ് പല ഇതിലും ചെയ്തിട്ടുള്ളതാണ്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. പെട്ടെന്ന് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പം ഗ്രോസ് ഗ്രെയിൻ ആയിക്കോട്ടെ, ഓർഗൻസ് ആയിക്കോട്ടെ, സാറ്റിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാബ്രിക് ആയിക്കോട്ടെ, എന്ത് ആയാലും നമുക്കിതേ രീതിയിൽ നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോകണം. എന്നിട്ട് ലാസ്റ്റ് വരുമ്പം ഇത് രണ്ട് സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിച്ച് കെട്ടണം. അപ്പോൾ ഒരു ഫ്ലവർ ആയി വരും. ഈ രണ്ട് സൈഡിൽ നിന്നും നമുക്കൊന്ന് നൂല് കുറച്ചുകൂടെ ഒന്ന് വലിച്ച് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കെട്ടിക്കൊടുക്കാം. രണ്ട് സൈഡും 2-3 കെട്ടിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ നൂല് ബാക്കി വന്നത് കട്ട് ചെയ്ത് മാറ്റാം. 2-3 കെട്ടിട്ട് കൊടുത്താലേ അതവിടെ ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലവർ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ ഈ ബോയുടെ ഒരു എൻഡിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു എൻഡിലോട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്ററിൽ നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പം ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി നമുക്കൊന്ന് മേക്ക് ചെയ്തെടുക്കണം. അത് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് ഒരു ബോയാണ്. അതിനെ എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ എൻഡിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളൊരു റിബണാണ്. ഗ്രോസ് ഗ്രെയിൻ റിബൺ 10 സെൻറ്റിമീറ്റർ നീളം. ഇതിനും നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഒരു ബോ മേക്ക് ചെയ്യാം. ബോ ആണെങ്കിൽ ചെറിയൊരു ബോ ഉണ്ടാക്കിയാൽ മതി. കുഞ്ഞു മക്കൾക്കല്ലേ, ഒത്തിരി വലുതൊന്നും വേണ്ട. അപ്പം ചെറിയൊരു ബോ മതി. അതായിരിക്കും കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് വരും അത്. അപ്പം ബോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇവിടെ ഒന്ന് നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ബോ. ഇനി നമുക്കിത് ഈ ബോ അതിൻ്റെ മറ്റേ എൻഡിലോട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഈ ബോയുടെ സെൻറ്റർ നമുക്കൊന്ന് നമ്മുടെ 4 ഇഞ്ചിൻ്റെ ഗ്രോസ് ഗ്രെയിൻ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്തേ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും. അപ്പോൾ അത് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്യാം.
സ്റ്റിക്ക് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കും ഇത്. ഇനി നമ്മുടെ ഈ എൻഡിലോട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ചരിച്ച് നേരെയല്ല, ജസ്റ്റ് ഒന്ന് ചരിച്ച് വെക്കുന്നതായിരിക്കും ഭംഗി. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് വെക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചരിച്ചാണ് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മളെടുത്ത ഒരു സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കാം. അതുകൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ന്യൂ ബോൺ ബേബീസിനുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല രസമാണ്. നമ്മൾ സാധാ നൈലോൺ ബാൻഡിന് ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.